ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മഴത്തുള്ളി ക്രിയേഷൻസ്. ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. സുരഭിയും ഐശ്വര്യയും രാവിലെ എണീച്ച് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വേണ്ടി കിച്ചണിലേക്ക് വന്നപ്പോൾ ഒന്നും തന്നെയില്ല. എല്ലാവരും ഭക്ഷണം ഉണ്ടാക്കുന്നതേ ഉള്ളൂ. സുരഭിയാണെങ്കിൽ ഐശ്വര്യ വന്നപ്പോൾ പറയുന്നു, ഒരു ഗസ്റ്റ് ഉണ്ടെന്നുള്ള കാര്യം മറന്നു പോയോ? കണ്ടോ മോളെ, മാനേഴ്സില്ല. എനിക്ക് ഐശ്വര്യയോട് പറയുകയാണ്. ഇതെല്ലാം കേട്ട് മൂന്ന് പേരും ആദ്യമൊന്നും ഒന്നും മിണ്ടുന്നില്ല. വസുന്ധരയും അമൃതയും ശ്യാമയും. നീ എന്താ ഇവിടെ ഇട്ടിങ്ങനെ ഇളക്കിക്കൊണ്ടിരിക്കുന്നത്? വേഗം റെഡിയാക്ക് എന്നൊക്കെ സുരഭി പറയുന്നുണ്ട്. അതെ, ഇത് സാമ്പാറാ, വേവാൻ സമയമെടുക്കുമെന്ന് ശ്യാമ പറഞ്ഞപ്പോൾ സുരഭി പറയുന്നു, എന്നാ പിന്നെ കുറച്ചുകൂടി നേരത്തെ പാചകം തുടങ്ങാത്തതെന്താ? എന്താ വെന്ത് കിട്ടണ്ടേ എന്ന് ശ്യാമ പറഞ്ഞപ്പോൾ സുരഭി പറയുന്നു, അതാ ഞാൻ ചോദിച്ചത്, അത്രയ്ക്ക് താമസം എന്താ? സാമ്പാറിൽ കരിങ്കല്ലാണോ ഇട്ടിരിക്കുന്നത്? അല്ല, ഇഷ്ടികയാ, അതാ വേവാൻ വൈകുന്നത് എന്ന് ശ്യാമ പറഞ്ഞപ്പോൾ പെട്ടെന്നൊന്ന് ഞെട്ടുകയാണ് സുരഭിയും ഐശ്വര്യയും. അത് നാടൻ ഇഷ്ടികയാണെങ്കിൽ കുഴപ്പമില്ലായിരുന്നു, ഇതേ UK ഇഷ്ടികയാ, കുറച്ച് സമയമെടുക്കും. ദേശാമേ, ഇനി ആ വാക്ക് ഉച്ചരിക്കരുത് എന്നെ സുരഭി പറഞ്ഞപ്പോൾ വസുന്ധര പറയുന്നു, അതെ, കുങ്കുമപ്പൂട്ട പാല് ഇപ്പോൾ റെഡിയാകും, അതുകൊണ്ട് രണ്ടുപേരും കുറച്ച് ഒന്ന് വെയിറ്റ് ചെയ്യണം പ്ലീസ്. നിങ്ങൾക്ക് രണ്ടാൾക്കും വെറുതെ ഇരുന്നാൽ ബോറടിക്കില്ലേ? അതുകൊണ്ട് രണ്ടുപേരും കൂടി ആ പുതിയ ചന്ദനത്തൊട്ടിൽ ആട്ടിക്കൊണ്ടിരിക്കുക അല്ല അമ്മയെന്ന് അമൃതയും പറയുന്നു. അങ്ങനെ മൂന്ന് പേരും കൂടി ഇവരെ പരിഹസിക്കുകയാണ്. ഈ കോമഡി കേൾക്കാനല്ല ഞങ്ങൾ ഇങ്ങോട്ട് വന്നത്, കഴിക്കാൻ എന്താ ഉള്ളത് അതെടുക്ക് എന്ന് സുരഭി പറയുന്നു. അമൃതയുടെ പ്ലേറ്റ് എടുക്കാൻ വസുന്ധര പറയുന്നു. നന്നായിട്ട് കൈ കഴുകിയിട്ട് ഡൈനിങ് ടേബിളിൽ കൊണ്ടുവയ്ക്ക്, വേഗം വേണമെന്ന് സുരഭി പറയുന്നു. അങ്ങനെ ഒരു പ്ലേറ്റ് അമൃത സുരഭിയുടെ നേരെ നീട്ടി. ഇതെന്താ കഴുകുന്നില്ലേ എന്ന് സുരഭി ചോദിക്കുന്നു. കഴുകണം, അത് മാത്രമല്ല ഈ കിടക്കുന്ന പാത്രങ്ങളെല്ലാം ഭംഗിയായി കഴുകി വെക്കണമെന്ന് വസുന്ധര പറയുന്നു. അത് മേടിക്കുന്ന വസുന്ധര പറഞ്ഞപ്പോൾ ഞാനോ എന്ന് സുരഭി പറയുന്നുണ്ട്. പിന്നെന്താ ഞാനോ? വേഗം ഇതെല്ലാം കഴുകി അടുക്കി വെക്കേ എന്നെ വസുന്ധര പറഞ്ഞപ്പോൾ സുരഭി പറയുന്നു, വസുന്ധരയുടെ തീ ഗസ്റ്റായി ഞാനോ? ഇവിടെ കഴുകണം, വെറുതെ പറ്റില്ല. ആദ്യം ഈ പാത്രമെല്ലാം കഴുകി വെക്കണം, പിന്നെ തറ തുടയ്ക്കണം, മനസ്സിലായോ എന്നൊക്കെ വസുന്ധര പറയുന്നുണ്ട്. അവളെ നോക്കണ്ട, അവൾക്ക് വേറെ ജോലിയുണ്ട് എന്നും വസുന്ധര പറയുന്നു. ഐശ്വര്യയുടെ ഷെൽഫെല്ലാം ഒന്ന് തുടച്ച് വൃത്തിയാക്കാൻ വസുന്ധര പറയുന്നു. അമ്മയെ പ്രഗ്നന്റ് ആയ ഞാനോ എന്ന് ഐശ്വര്യ പറഞ്ഞപ്പോൾ വസുന്ധര പറയുന്നു, നിന്നെ പോലെ പ്രഗ്നന്റ് ആയ ഒരു പെണ്ണ ഈ ജോലി എടുക്കുന്നത്, അപ്പോൾ നിനക്കും ആവാം, വേഗം പറയുന്നത് കേൾക്ക് എന്ന് രണ്ടുപേരോടും വസുന്ധര പറയുന്നു. അവർക്കാണെങ്കിൽ മറുത്തൊന്നും പറയാനും കഴിയുന്നില്ല. ഷെൽഫ് തുടയ്ക്കാൻ വീണ്ടും വസുന്ധര പറയുകയാണ് ഐശ്വര്യയോട്. ദേഷ്യത്തോടെ ഐശ്വര്യ ഷെൽഫ് തുടയ്ക്കുന്നു. എന്നാൽ നന്നായിട്ടൊന്നും അല്ല തുടയ്ക്കുന്നത്. എന്നാൽ ഐശ്വര്യ വെറുതെ അമർത്തുകയാണ് ചെയ്യുന്നത്. ഇത് കണ്ട വസുന്ധര പറയുന്നു, അങ്ങനെയല്ല, ശരിക്കും തുടയ്ക്കുക, നന്നായിട്ട് അമർത്തി തന്നെ തുടയ്ക്കും. ഇതെനിക്കറിയില്ല, അമ്മ തുടച്ച് കാണിക്കോ എന്ന് ഐശ്വര്യ വസുന്ധരയോട് ചോദിക്കുന്നു. വസുന്ധരാമ്മയെ കൊണ്ട് ഞാനത് ചെയ്യിക്കും, അതാണ് എൻ്റെ ബുദ്ധി, നോക്കിക്കോ എന്ന് ഐശ്വര്യ മനസ്സിൽ വിചാരിച്ചപ്പോഴാണ് വസുന്ധര പറയുന്നത്, സുരഭി അത് നിന്റെ മമ്മിയുടെ കയ്യിൽ കൊടുക്ക്. എന്തിനാ അമ്മ എന്ന് ഐശ്വര്യ ചോദിക്കുന്നു. നിന്റെ മമ്മി ഇതൊന്നും പഠിപ്പിച്ചിട്ടില്ലല്ലോ, കുറച്ച് താമസിച്ചു പോയെങ്കിലും സാരമില്ല മോളെ, ആ ജോലിയെല്ലാം മമ്മി തന്നെ പഠിപ്പിച്ചു കൊടുക്ക് എന്താ എന്ന് വസുന്ധര പറയുന്നുണ്ട്. അതുകൊണ്ട് അമൃതയും ശ്യാമയും ചിരിക്കുന്നു. സുരഭി ആ ഷെൽഫൊക്കെ ഒന്ന് തുടച്ചിട്ട് മോളെ പഠിപ്പിച്ചു കൊടുക്ക്, പറഞ്ഞു കേട്ടില്ലേ, വേഗം വേണം എന്നൊക്കെ വീണ്ടും വീണ്ടും വസുന്ധര പറയുകയാണ്. രണ്ടുപേർക്കും പണി കൊടുക്കുകയാണ് വസുന്ധര. ഇവിടെ തുടരണം എങ്കിൽ ഷെൽഫ് തുടയ്ക്കണമെന്ന് ഒന്നുകൂടി വസുന്ധര പറയുന്നു. അങ്ങനെ ആ തുണി ഐശ്വര്യ സുരഭിക്ക് കൈമാറി. നിവർത്തിയില്ലാതെ സുരഭി എങ്ങനെയാണ് തുടയ്ക്കേണ്ടതെന്നും മകൾക്ക് കാണിച്ചു കൊടുക്കുകയാണ്. നന്നായിട്ട് തുടയ്ക്കാൻ ഇടയ്ക്ക് വസുന്ധര പറയുന്നുണ്ട്. ഐശ്വര്യയെ ശരിക്കും ശ്രദ്ധിച്ചോണം, നോക്കി പഠിച്ചോണം എന്നൊക്കെ വസുന്ധര പറയുന്നു. നിന്റെ മമ്മി പോയാലും ഇതൊക്കെ ഒറ്റയ്ക്ക് ചെയ്യാനുള്ളതാണെന്നും വസുന്ധര പറയുന്നു. ശേഷം കാണിക്കുന്നത് സുരഭിയും ഐശ്വര്യയും പുറത്തു വന്നിരിക്കുന്നു. മായ അവരെ കാണാനെത്തി. സുരഭി ചേച്ചിയെ കണ്ടിട്ട് എത്ര നാളായി, ആദ്യം നമ്മളെ എത്രമാത്രം സ്നേഹത്തിലായിരുന്നു, ഇടയ്ക്ക് എന്നെ ഒന്ന് വിളിക്ക് പോലും ചെയ്യുന്നില്ലല്ലോ എന്നൊക്കെ മായ പറഞ്ഞപ്പോൾ സുരഭി പറയുന്നു, എന്ത് പറയാനാ മായേ, തിരക്കല്ലേ, ലൈഫിൽ ആകെ തിരക്കല്ലേ, സമയം കിട്ടണ്ടേ, സാരമില്ല, ഇപ്പോഴെങ്കിലും കാണാൻ പറ്റിയല്ലോ, സന്തോഷം. അല്ല ഐശ്വര്യ, നീ എന്താ പെട്ടെന്ന് കാണുമെന്ന് പറഞ്ഞത് എന്നും മായയെ സംഗതിയാക്കിയ പ്രശ്നമാണ്. ആ ശ്യാമ നമ്മൾ കരുതിയ ആളല്ല, അതിബുദ്ധിയാണ്, വെറുതെ എൻ്റെയും മമ്മിയുടെയും പിന്നാലെ ഓരോന്ന് കണ്ടെത്താൻ ചുറ്റിത്തിരിയുകയാണ്. ആ വീട്ടിൽ അവളെ കൊണ്ട് തോറ്റു എന്ന് ഐശ്വര്യ. എന്താണ് ആ ശ്യാമ ഇപ്പോൾ ചെയ്തത്? നമുക്ക് അതേ നാണയത്തിൽ തന്നെ തിരിച്ചു കൊടുക്കാമെന്ന് മായ പറയുന്നുണ്ട്. മായേ എന്ന് പറഞ്ഞിട്ട് അവിടെ ഉണ്ടായ കാര്യം ഐശ്വര്യ പറയുകയാണ്. ഇന്ന് പ്രത്യേകിച്ചൊന്നും നടന്നില്ല, പക്ഷേ പൊതുവെ ഒരു പ്രശ്നമാണ്. ശ്യാമ വലിയ പ്രശ്നമാണ്, എത്രയും വേഗം എന്തെങ്കിലും ചെയ്യണം എന്ന് ഐശ്വര്യ പറഞ്ഞപ്പോൾ മായ പറയുന്നു, അതിന് സുരഭി ചേച്ചി അവളുടെ വയറ്റിലുള്ള കുഞ്ഞിനെ തീർക്കൊന്ന് ശബ്ദം ചെയ്തിട്ടല്ലേ അങ്ങോട്ട് വന്നത്,
പിന്നെ ഒരു വീട്ടിൽ ഒന്നിച്ച് ഇത്രയും നാൾ കഴിഞ്ഞിട്ടും അത് ഇതുവരെ നടന്നില്ല എന്നും മായ ചോദിക്കുന്നു. എന്ത് ചെയ്യാനാ, എനിക്ക് ഇതുവരെ അതിനൊത്ത ഒരു അവസരം വന്നിട്ടില്ല എന്ന് സുരഭി. അത് നമ്മുടെ ആവശ്യമാണ്, ആത്മാർത്ഥമായിട്ട് ശ്രമിക്കണമായിരുന്നു എന്ന് മായ പറയുന്നു. ഇനി ഒരു നിമിഷം ആ ശ്യാമയെ വെച്ചുകൊണ്ടിരിക്കാൻ പറ്റില്ല എന്നെ സുരഭി. അത് ഇത്ര പെട്ടെന്ന് പറഞ്ഞാൽ എങ്ങനെയാണെന്ന് മായ ചോദിച്ചപ്പോൾ ഐശ്വര്യ പറയുന്നു, അത് പിന്നെ മായേ ഇന്ന് ശ്യാമ ഓഫീസിലേക്ക് പോകും, അത് ഉറപ്പുള്ള കാര്യമാണ്. എൻ്റെ ഇതുവഴിയാണ് അവൾ പോകുന്നത്. അപ്പോൾ വഴിയിൽ വെച്ച് എന്തെങ്കിലും ചെയ്യാൻ സാധിക്കുമോ? വഴിയിൽ വെച്ചെന്ന് പറഞ്ഞാൽ ഈ പട്ടാപ്പകൽ എന്ത് ചെയ്യാനാണെന്ന് മായ ചോദിക്കുന്നു. ഞാനൊരു വഴി പറയാം, കേട്ടിട്ട് അത് വർക്കൗട്ട് ആകുമോ എന്ന് പറയേ, അല്ലാതെ ആലോചിച്ച് നിൽക്കാൻ സമയമില്ല എന്ന് ഐശ്വര്യ. എന്ത് പറയേ, ശ്യാമയുടെ വയറ്റിലുള്ള കുഞ്ഞിനെ തീർക്കാൻ എന്താണ് ഐഡിയ, അത് പറയേ എന്ന് മായ. ആ മായേ എന്ന് പറഞ്ഞിട്ട് ഐശ്വര്യ ചെയ്യേണ്ട കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുന്നു. എൻ്റെ ഐഡിയ എങ്ങനെയുണ്ട് അത് പറയേ എന്നെ ഐശ്വര്യ. ഐഡിയ കൊള്ളാം, സൂപ്പർ എന്ന് മായ. ഐഡിയ കൊള്ളാലോ, എങ്കിൽ പിന്നെ ഞാൻ ഇപ്പോൾ തന്നെ നടപ്പാക്കാൻ പോവുകയാണെന്ന് ഐശ്വര്യ പറയുന്നുണ്ട്. അങ്ങനെ ഫോണുമായി ഒരു അല്പം മാറി നിൽക്കുകയാണ് ഐശ്വര്യ. ശ്യാമയുടെ കുഞ്ഞിനെ ഇല്ലാതാക്കണം, എന്നിട്ട് വേണം ഐശ്വര്യയുടെ ഗർഭം അബോർട്ടായിപ്പോയെന്ന് നാടകം കളിക്കാൻ. അല്ലാതെ ഈ ഗർഭനാടകം ഇനി മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റില്ല, ശ്യാമ അത് പൊളിച്ചെടുക്കും എന്ന് സുരഭി പറയുന്നു. ശ്യാമയുടെ അഹങ്കാരം ഇപ്പോൾ തീരാൻ പോവല്ലേ, പിന്നെ പേടിക്കുന്നത് എന്തിനാണെന്ന് മായയും പറയുന്നു. ഇതേ സമയം അശ്വതി ശ്യാമയുടെ ഫോണിലേക്ക് വിളിച്ചു. ഹലോ ചേച്ചി, എവിടെയാണ് പറഞ്ഞു എന്ന് ശ്യാമ എനിക്ക് നിന്നെ അത്യാവശ്യമായി കാണണമായിരുന്നോ എന്ന് അശ്വതി പറഞ്ഞപ്പോൾ ശ്യാമ പറയുന്നുണ്ട്, ഞാൻ ഓഫീസിൽ പോകാൻ ഇറങ്ങിയതാണ്, അത്യാവശ്യമാണെങ്കിൽ ഞാൻ വീട്ടിലേക്ക് വരാം. അത് വേണ്ട, നീ ഓഫീസിലേക്കല്ലേ, വഴിയിൽ വെച്ച് കാണാമെന്ന് അശ്വതി പറയുന്നു. ശരി ചേച്ചി, ഞാനിപ്പോൾ പുറപ്പെടാൻ പോവുകയാണ്, വരാമെന്ന് പറയുകയാണ് ശ്യാമ. എന്തായിരിക്കും പെട്ടെന്ന് കാണുമെന്ന് പറഞ്ഞത് എനിക്ക് ഫോൺ വെച്ചതിന് ശേഷം ശ്യാമ ഓർക്കുന്നു. അശ്വതി ചേച്ചിയുടെ വീട്ടിൽ ഇനി വീണ്ടും എന്തെങ്കിലും പ്രശ്നം ഉണ്ടായോ എന്നും ടെൻഷനോടെ ശ്യാമയൊന്ന് ഓർക്കുന്നു. ശേഷം ഓഫീസിലേക്ക് പോവുകയാണ് ശ്യാമ. ഇതേ സമയം ശ്യാമയെ കാത്ത് വഴിയരികിൽ അശ്വതിയും നിൽക്കുന്നുണ്ട്. ശ്യാമ അശ്വതിയുടെ അരികിലേക്ക് ഓടി വന്നിട്ട്, എന്താ അശ്വതി ചേച്ചി, എന്താ കാര്യം, എന്താ പെട്ടെന്ന് കാണണമെന്ന് പറഞ്ഞത് എന്നൊക്കെ ടെൻഷനോട് ചോദിക്കുന്നു. ശ്യാമേ, ഞാനും മോളും ഈ നാട് വിട്ട് എങ്ങോട്ടെങ്കിലും പോവുകയാണെന്ന് അശ്വതി പറയുന്നു. നാട് വിട്ട് പോകാനോ, എങ്ങോട്ടേക്കെന്ന് ശ്യാമ ചോദിക്കുന്നു. ഒന്നും തീരുമാനിച്ചിട്ടില്ല, പക്ഷേ ഇനിയും ഇങ്ങനെ ഇവിടെ തുടരാൻ പറ്റില്ല എന്ന് അശ്വതി. എന്ത് പറ്റി, വീണ്ടും എന്തെങ്കിലും പ്രശ്നമുണ്ടോ, ആ ജേഷ് വീണ്ടും വന്നോ എന്നൊക്കെ ശ്യാമ പറഞ്ഞപ്പോൾ അശ്വതി പറയുന്നുണ്ട്, അല്ല ശ്യാമേ, ഓരോ ദിവസം കഴിയുന്തോറും ശ്രീകുട്ടി പ്രശ്നമായിട്ട് വരികയാണ്. ശ്രീകുട്ടിക്ക് എന്ത് പറ്റി എനിക്കൊന്നും മനസ്സിലാകുന്നില്ല, കാര്യം തെളിച്ച് പറയുന്നത് ശ്യാമേ, അരുണിനെ കാണാതെ മോൾക്ക് ഇപ്പോൾ ഒരു നിമിഷം പോലും പറ്റില്ല, എപ്പോഴും വീട്ടിൽ പ്രശ്നമാണ്. മോൾക്ക് എപ്പോഴും സംശയമാണ്, അരുൺ ആരാണ്, ഏതാണ്, എന്താണ്, എനിക്കവൾ ഒരു സ്വസ്ഥതയും തരുന്നില്ല. എത്ര നാൾ ഞാൻ അവളിൽ നിന്ന് സത്യം മറച്ചു വയ്ക്കും, ഇനി എനിക്ക് അതിന് കഴിയുമെന്ന് തോന്നുന്നില്ല. മോൾ സത്യം അറിഞ്ഞാൽ പ്രശ്നമാണ്, അറിയാലോ, പിന്നെ ഒന്നും ചെയ്യാൻ പറ്റില്ല എന്നൊക്കെ അശ്വതി തൻ്റെ സങ്കടം പറയുന്നു. മോൾ അച്ഛനെ തിരിച്ചറിയുന്നതിന് മുമ്പ് അവളെ ഇവിടെ നിന്ന് മാറ്റണം, ദൂരെ എവിടെയെങ്കിലും പോയി എന്തെങ്കിലും ജോലി ചെയ്ത് അവളെ വളർത്താം, അതാ നല്ലത്, ഇനിയല്ലാതെ പറ്റില്ല എന്ന് അശ്വതി. ചേച്ചി വരട്ടെ, നമുക്കതൊക്കെ തീരുമാനിക്കാനുള്ള സമയം ഇനിയുണ്ട് എന്ന് ശ്യാമ. ചേച്ചി ഇങ്ങനെ ടെൻഷൻ ആകാതെ, എല്ലാം ദൈവം കാണുന്നുണ്ട്, എല്ലാത്തിനും ഒരു പരിഹാരം ഉണ്ടാവും എന്നൊക്കെ ശ്യാമ പറയുന്നു. ചേച്ചി ഒന്നും പറയണ്ട, നമ്മളൊക്കെ ഇല്ലേ, ചേച്ചി വിഷമിക്കണ്ട. ചേച്ചി, ശ്രീകുട്ടിയെ കണ്ടിട്ട് കുറച്ച് നാളായി, ഞാൻ മോക്ക് എന്തെങ്കിലും സ്വീറ്റ്സ് വാങ്ങിച്ചു തരാം, ചേച്ചി വന്നേ എന്ന് പറഞ്ഞ് അശ്വതിയെ നിർബന്ധിച്ച് വിളിക്കുകയാണ് ശ്യാമ. ചേച്ചി വിഷമിക്കേണ്ട, എന്തിനും ഏതിനും ഒപ്പം ഞാനില്ലേ. ശ്രീകുട്ടി അശ്വതി ചേച്ചിയുടെ മാത്രം മോളല്ല, എൻ്റെയും കൂടി മോളാണ്, ഞാൻ അങ്ങനെയല്ലേ ശ്രീകുട്ടിയെ കാണുന്നത്, അത് മറക്കണ്ട എന്നൊക്കെ ശ്യാമ പറയുന്നു. അങ്ങനെ ഇവർ സംസാരിച്ചുകൊണ്ട് നിന്നപ്പോൾ ഇവരെ വാച്ച് ചെയ്യുകയാണ് ഐശ്വര്യയും സുരഭിയും മായയും. ശ്യാമ കൃത്യസമയത്ത് എത്തുമെന്ന് ഞാൻ പറഞ്ഞില്ലേ. ഇത് കേട്ട് മായ പറയുന്നു, അശ്വതി അവളുടെ കൂടെ കൂടിയിരിക്കുകയാണല്ലേ, ഇനിയിപ്പോൾ എന്ത് ചെയ്യാനാ, ഇനി ആരൊന്നും നോക്കാനില്ല, എല്ലാം നമ്മൾ പ്ലാൻ ചെയ്ത പോലെ നടക്കണം. ശരിയാണ്, പറ്റിയ സമയമാണ്, ആ കർമ്മം അങ്ങ് നടക്കട്ടെ മോളെ എന്ന് സുരഭിയും പറയുന്നു. അങ്ങനെ അവർ രണ്ടുപേര് അശ്വതിയും ശ്യാമയും കൂടി റോഡ് സൈഡിൽ കൂടി നടന്നു വരികയാണ്. ഒരു ബൈക്കുകാരൻ വെയിറ്റ് ചെയ്ത് നിൽക്കുകയായിരുന്നു. അയാളോട് കണ്ണ് കാണിക്കുകയാണ് ഐശ്വര്യ. അങ്ങനെ പെട്ടെന്ന് തന്നെ അയാൾ വണ്ടി സ്റ്റാർട്ട് ചെയ്തു. നേരെ അശ്വതിയുടെയും ശ്യാമയുടെയും പിന്നാലെ പോവുകയാണ്. അവർ ശ്യാമ ഇടിക്കാനാണ് ഒരുങ്ങിയത്, എന്നാൽ പെട്ടെന്ന് അശ്വതി ശ്യാമയെ പിടിച്ചു മാറ്റി. ആ ബൈക്കുകാരൻ അതുവഴി പോവുകയും ചെയ്തു. നിരാശയോടെ ഐശ്വര്യയും സുരഭിയും മായയും കൂടി നിൽക്കുന്നു. അപ്പോഴാണ് ഐശ്വര്യയെ ശ്യാമ കാണുന്നത്. ഇവരാണ് ചെയ്യിപ്പിച്ചതെന്ന് ശ്യാമയ്ക്ക് മനസ്സിലായി. മമ്മി ഓടി രക്ഷപ്പെട്ടോ എന്ന് ഐശ്വര്യ പറയുന്നു. അങ്ങനെ അവർ രണ്ടുപേരും അവിടെ നിന്ന് പോയി. അതിനു മുമ്പേ തന്നെ മായ എസ്കേപ്പ് ആയി കഴിഞ്ഞിരിക്കുന്നു. ഇപ്പോൾ തന്നെ കാര്യത്തിന്റെ ഗൗരവം മനസ്സിലാക്കിയിരിക്കുകയാണ് ശ്യാമ. അശ്വതിക്ക് മനസ്സിലായി. ചേച്ചി വന്നേ എന്ന് പറഞ്ഞ് അവരുടെ പിന്നാലെ പോവുകയാണ് ശ്യാമയും അശ്വതിയും. റോഡ് സൈഡിൽ കൂടി രണ്ടുപേരും ഓടുകയായിരുന്നു. ഒരു കാറിന് പിന്നിൽ രണ്ടുപേരും കൂടി മറഞ്ഞു നിൽക്കുന്നു.
പിന്നീട് കാണിക്കുന്നത് ആനന്ദ നിലയത്തിൽ അവിടേക്ക് തുടച്ച് വൃത്തിയാക്കിയായിരുന്നു അമൃത. ശ്യാമ അവിടേക്ക് വന്നപ്പോൾ അമൃത ചോദിക്കുന്നു, ശ്യാമ എന്താ ഓഫീസിലേക്ക് പോയില്ലേ, എന്താണ് തിരിച്ചു വന്നിരിക്കുന്നത്, എന്തെങ്കിലും മറന്നോ വീണ്ടും? വിഷമത്തോടെ നിൽക്കുകയാണ് ശ്യാമ. വരാനിരിക്കുന്ന പുതുപുത്തൻ എപ്പിസോഡുമായി വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്. പ്ലീസ് സബ്സ്ക്രൈബ്, ലൈക്ക്, ഷെയർ മൈ ചാനൽ.